കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതി. ഒരു വാക്കുമതി എനിക്കതു മതി. ഒരു വാക്കുമതി എനിക്കതു മതി. കരങ്ങൾ വീശിക്കൊണ്ട് ദൈവസ്നേഹത്തോടെ ആരാധന ആരാധന യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, നിന്റെ ജീവൽ സാന്നിധ്യത്തിലേക്ക് നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് വിളിച്ചു ചേർത്തതിന് സ്വസ്ഥം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്ക് ഏറ്റു പറയാം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തിലേക്ക് വരാം. ഇപ്പം നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക സമയത്താണ് ആവശ്യമായി വരുന്നത്. കരുണ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ്. അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയണത്. എല്ലാ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല. നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ? പഠനം, ജോലി, അല്ലേ, വീട്, വിവാഹം, ആരോഗ്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആംബിയർ നമുക്കുണ്ടാകത്തില്ല, അതിനുള്ള പാങ്ങുണ്ടാകത്തില്ല. ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യത ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയണത്. പീഡിയ കൃപയുടെ സമയമെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയണ, ഇതിന് മെഡിസിൻ ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ. നമ്മൾ 1.5 കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത് ഈ അസുഖത്തിന്, ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്ന് ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായ സംഭവം? നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെരിറ്റില്ല എന്നതിൻ്റെ അർത്ഥം. ബൈബിൾ ഇതിനെ മെരിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷനുണ്ട് ബൈബിളിൽ. എന്താണ്? കരുണ. അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും, ചില സമയത്ത് കൃപയെന്ന് വിളിക്കും. രണ്ടും ഒന്നാണ്. കരുണ എന്ന ഒരു മഹാമേരുവിൽ നിന്നാണ് കൃപ ഒഴുകി വരണത്. ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാ നദി ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ ആരാണ്? കരുണ ഏതാണ്? ഹിമാലയവും. ഗംഗാനദി എന്താണ്? കൃപയുമാണ്. ഒഴുകി വരണത്. കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള, കൃപ ഉൾക്കൊള്ളാനുള്ള മെരിറ്റ് നമ്മുടെ കയ്യിലില്ല. നമുക്കതിന് യോഗ്യതയില്ല. ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല. കാര്യം അത് ഭയങ്കരമായ രീതിയിൽ വില കൊടുത്ത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ്.
ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനപ്രസാദമാണ് കൃപയായിട്ട് മാറണത്. അപ്പോൾ നമ്മൾ കൈ കഴുകാതെ മീൻ പിടിക്കാൻ പറ്റുമോ? കൈ നനയാതെ. ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രവേശിക്കൊണ്ട് ആരാധന ആരാധന ആരാധന. 1 കൊരിന്തോസ് 7:23. 1 കൊരിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാ വിലക്ക് വാങ്ങിയത്? ക്രിസ്തു. അവിടുത്തെ വിശുദ്ധമായ പീഡാനുഭവസഹനത്താലും കുരിശുമരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി. ക്രിസ്തു എന്താണ് നേടിയെടുത്തത്? നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ നേടിയെടുത്തു. നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം, ഈ മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രായർ 4:16 പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറുന്നത്. പൊട്ടസിൻ്റെ ബൈബിളിലെല്ലാം കൃപാസനം തന്നെ കിടക്കുന്നത്. കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ ഇരിപ്പിടമെന്ന് പറയണത്. അത് കൃപാസനമാണ്. ക്രിസ്തു തന്നെയാണ്. കൃപാസനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു തന്നെയാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനമാകുന്ന ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത്. എപ്പോഴാണ്? വേണ്ട സമയത്ത്. അതേതാണ്? നമ്മൾക്ക് മെരിറ്റ് നഷ്ടപ്പെടുമ്പോൾ, നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്ക് അതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം ക്രിസ്തുവാണ്. അപ്പോഴേ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം, അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ്. പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയമുണ്ട്. എന്താ കാര്യം? നമുക്കൊരു പരിചയമില്ല. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഓഫീസിലായാലും ശരി ഓടിക്കയറാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കൊരു പരിചയമില്ല, അടുപ്പമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിനെ സമീപിക്കണ മുമ്പ് അയാൾ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി കമ്പനിയിലാകാം, ഓഫീസിലാകാം, നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണത് ആരാണ്? നിങ്ങളെന്താ ചോദിക്കണേ? നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം ഉണ്ട് അവിടെ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ. ഇന്ന ആളാണെന്ന് പറയണം. ഇവിടെയാണ് മരിയ സ്പേസ് എന്ന്. ഉടമ്പടിയുടെ മരിയ സ്പേസ് അതാണ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. പക്ഷെ നിങ്ങളെ ഒരു പരിചയമില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം, പരിചയപ്പെടുത്തണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണുണ്ട്. എന്താണ്? ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ്. ഇയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപനോട് പറയുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ലൂക്കാ
7:4-5. ലുക്ക 7:4-5. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു. യേശു ഒരു ജൂസ് ട്രൈബിലുള്ള ആളാണ്. ഈ വന്നിരിക്കുന്ന കക്ഷികളും അങ്ങേരുടെ തന്നെ രക്തത്തിലുള്ള ആളാണ്. പക്ഷെ അവിടെയും എന്നിട്ടും പോലും എന്ത് ചെയ്യണം? കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. യേശുവിൻ്റെ അതേ റാങ്കിലുള്ള, അതേ സമുദായത്തിലും അതേ രക്തത്തിലുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത്. അയാളാണ് ഈ റോമൻ ശതാബ്ദത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വരുന്നത്. എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യണത്? കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നേരെ നിന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന് ബേസിക്കായിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് മെറിറ്റില്ല. ഈ മെറിറ്റ്, യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിറ്റ് കുറവാണ് പലപ്പോഴും എന്ത് പറ്റണത്? ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ്. കാര്യം നമ്മളെ യേശുവിനെ പരിചയമില്ലെങ്കിലും യേശു കുരിശിൽ വെച്ച് നമ്മളെ അമ്മയ്ക്ക് മക്കളാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ റൈറ്റ്. ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതാ നിൻ്റെ അമ്മ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യോഹന്നാൻ 19:26-27. യോഹന്നാൻ 19:26-27. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പം അമ്മ നമ്മൾ എന്താ ചെയ്യണത്? അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികൾ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു. ഈ വേണ്ട സമയത്ത് നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മരിയൻ ഉടമ്പടി കൂട്ടിക്കൊണ്ടു വരുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് എന്താണ്? ഇത് നമ്മുടെ തന്നെ സഹോദരനാണ്, സഹോദരിയാണ്, എൻ്റെ തന്നെ മക്കളാണ്. നീ കുരിശിൽ വെച്ച് നിൻ്റെ രക്തം ചിന്തി പറഞ്ഞ വാക്കാണിത്. എന്താണ്? നിൻ്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത്. എന്താണ്? അതിലൂടെ നമ്മളെ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അമ്മയെ, അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശികളാക്കിയിരിക്കുകയാണ് കുരിശിൽ വെച്ചുകൊണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ചുവട്ടിൽ വെച്ച് അമ്മയെ തന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി അമ്മ ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ, നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടും. എന്താണ് കാര്യം? അവൻ പറയണ പോലെ ജീവിക്കണം. അതാണ് സംഭവം. ഇതാ വിഷയം. അവൻ ഒത്തിരിയേറെ രക്തം ചീന്തി നേടിയെടുത്തതാണ് നിൻ്റെ കൃപകളല്ല, നീ ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും. അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ്. അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെറിറ്റായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് കർത്താവ് ചെയ്തുകൊണ്ട് സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ
പ്രസാദ വരമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദ വരമാതാവേ. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കർത്താവ് നിങ്ങളെ തൻ്റെ തിരുമുറുമാറുന്ന ആണിപ്പെടുതാറുന്ന അത്ഭുത കരം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ്. നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഹൃദയത്തിലെ ദൈവസ്നേഹം നിറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. രോഗങ്ങൾ, ഇവിടെ ഉള്ളവർ, ആശുപത്രി കിടക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ, എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ്. അത് കാലാകാലങ്ങളോടും ആരെല്ലാം എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേൽ, ആ ധ്യാനം കൂടുന്ന ഓരോരുത്തരും നിയോഗങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഭാഷാപരത്തോടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കർത്താവിൻ്റെ തിരുമുറുമാർന്ന് വലത് കരത്താൽ അണിപ്പെടുത്താറുന്ന അത്ഭുത കരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് രക്തം പടരട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലും ഞരമ്പുകളിലും കർത്താവ് രക്തം പടരട്ടെ. ക്യാൻസർ 4th സ്റ്റേജ് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ രക്തം കഴുകപ്പെടട്ടെ. കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, പണിയില്ലാത്തവർ, പരീക്ഷയിൽ തോറ്റവർ, വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ കാത്തിരിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, റിവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ദൈവിക ശക്തി നിറയട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഖനായിനെ പോലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ നിശ്വാസങ്ങളും, എല്ലാ സങ്കടങ്ങളും കർത്താവേ വലിയ അടയാളങ്ങളോടെ ദൈവത്തിന്റെ മഹത്വമായി മാറട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുറേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുറേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടേന്നിക്കുക. മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ആശീർവാദത്തിന് മുമ്പ് ഈശോയോട് അച്ഛൻ്റെ റെഫറൻസിൽ വരാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ സ്വകാര്യമായി പ്രാർത്ഥിക്കേണ്ടതാണ്. മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരീക്ഷണഘട്ടങ്ങളിൽ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറി തിരിച്ചു വന്ന് ഞങ്ങളുടെ സഹോദരരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ
ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും